ഇന്ന് കുമ്പളങ്ങ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അതിനായി ഒരു 1/4 മുറി കുമ്പളങ്ങ തോലൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി വെച്ചിട്ടുണ്ട്. ഒരു 6 ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു 3 വെളുത്തുള്ളിയും നടുവ് ജസ്റ്റ് ഒന്ന് കീറി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ച ശേഷം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ചേർക്കുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചതുകൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങയും ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി നമുക്ക് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം, അതായത് ഒരു 1/2 ഗ്ലാസ് വെള്ളം മതിയാകും. കുമ്പളങ്ങ വേവുന്നതിന് ആവശ്യമായ വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കുമ്പളങ്ങ വേവിച്ചെടുക്കാം. ഇനി ഇത് വേവാനെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് നാളികേരം, അതായത് ചെറിയ ജാറിൻ്റെ ഒരു 1/2 ഭാഗം നാളികേരം എടുത്ത് അതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് വേവിക്കാൻ വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഒന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുത്ത് ഒന്നുകൂടി അടച്ചു വയ്ക്കാം. ഇനി അത് ഒന്നുകൂടി തുറന്ന് വെള്ളം വറ്റി വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കുമ്പളങ്ങ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നാളികേരം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടി ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് കുറച്ചു പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഡിഷ് റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. താങ്ക് യു.